ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസിയും ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ മെൽട്ടായി വന്നാൽ ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളി ഫ്രൈ ആയി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സവാളയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴന്നു വരുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബട്ടർ ഇട്ട് കൊടുക്കുന്ന ആ ടൈമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ സവാള നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളയും മൈദയും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഈ മൈദയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. കൈ വെക്കാതെ നല്ല രൂപത്തിൽ തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 സ്പൂണ് ചില്ലി ഫ്ലേക്സും 1 സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ച പാലിൻ്റെ ബാക്കിയുണ്ടല്ലോ 1/2 കപ്പ് പാല്, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ചിക്കനാണ്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നല്ല രൂപത്തിൽ തന്നെ ഇളക്കിയെടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ആ ഒരു രൂപത്തിൽ എത്തുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മൾക്ക് വിചാരിക്കുന്ന ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആക്കിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്ത അളവിൽ എനിക്കിവിടെ 1/2 കപ്പ് മൈദ മതിയാകും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചത് നല്ലതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഏത് ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ബോളിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ കോട്ടാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി കൊടുത്തിട്ടാണ് കോട്ടാക്കി എടുക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി മൈദയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ടിട്ട് കോട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ മൈദയിലെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന മൈദയിലേക്ക് 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും 1 സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കാം. ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചതിൽ നിന്നും ഓരോന്ന് എടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ തന്നെ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ചൂടായി വന്നാൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസിയും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്